തിരുവനന്തപുരം നേമം പുന്നമൂട്ടിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കുരുവിക്കാട് സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുനിൽ പോലീസ് കസ്റ്റഡിയിൽ. മനീഷ് മഹിപ്പാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, കൊലപാതകത്തെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ് പ്രകോപനം? മനീഷ്, ഭാര്യയോടുള്ള സംശയമാണ് ഹാഷ്മി ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് സംഭവം. നേമം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള അല്ലിയൂർ കുരുവിക്കാട്ടു വിളയ്ക്ക് സമീപമാണ് ഈ കൊലപാതകം നടന്നത്. സുനിൽ 41 വയസ്സാണ്. ഭാര്യ 35 വയസ്സുള്ള ബിൻസിയെ ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതായത് രാത്രി ഈ സുനിൽ മദ്യപിച്ച് വീട്ടിലെത്തി. ആ സമയത്ത് ഭാര്യ ആരോ ആയി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ഫോൺ ചെയ്യുന്നത് ഇവരുടെ മറ്റൊരു സുഹൃത്താണ്. അവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വീട്ടിലിരുന്ന് അടുക്കളയിൽ കയറി വെട്ടുകത്തി എടുത്ത് മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ 2 മണിക്കാണ് ഈ രീതിയിൽ വെട്ടേൽക്കുന്നത്. അങ്ങനെ പുലർച്ചെ വരെ രക്തം വാർന്ന് ബിൻസിയും ഈ കൊലപാതകം നടത്തിയ സുനിൽ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ബിൻസി രാവിലെ വരെ രക്തം വാർന്ന് വീട്ടിൽ കിടന്നു. ഹരിതകർമ്മ സേന അംഗം കൂടിയാണ് ബിൻസി. അങ്ങനെ രാവിലെ ഇവർ ജോലിക്ക് വരാത്തത് കണ്ട് അവിടെ എത്തിയ മറ്റ് സ്ത്രീകളാണ് ഒരു വീടിന്റെ മുൻപിൽ രക്തത്തിന്റെ പാടുകളൊക്കെ തന്നെ കണ്ടത്. അങ്ങനെ വീടിന്റെ അകത്ത് ജനൽ വഴി നോക്കുമ്പോഴാണ് രക്തം വാർന്ന ബിൻസിയെ കാണുന്നത്. അപ്പോഴും ബിൻസിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ള ശാന്തിവിള ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ബിൻസി മരിച്ചു. നിലവിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയത്. മറ്റർത്ഥത്തിൽ പങ്കില്ല. ഈ ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണം. നിരന്തരം ഇവർ തമ്മിൽ രാത്രിയിൽ എപ്പോഴും വഴക്കുണ്ടാകും എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയ ശേഷം ഭാര്യയെ ഇതിനു മുമ്പും ഈ സുനിൽ മദ്യപിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. നേരത്തെയും നേമം പോലീസ് സ്റ്റേഷനിൽ ഭാര്യ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായത് പ്രകോപനം. മറ്റൊരാളുമായി ഫോൺ ചെയ്തതാണ് ഈ രീതിയിൽ സ്വന്തം ഭാര്യയെ വെട്ടുകത്തിയുണ്ട് മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കാൻ കാരണമായത്. ഇയാൾ പിന്നീട് രാവിലെ പോലീസ് ഈ സ്ഥലത്തെത്തിയ സമയത്ത് ഇയാൾ പോലീസിന്റെ മുൻപിൽ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ ഇയാൾ കൊലക്കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപ്പാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.